ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരാളുടെ സ്കൂട്ടറിൻ്റെ പുറത്ത് ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കറാണ്. ഭാര്യ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് അയാൾ കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. വിതൗട്ട് ഇൻഫോർമേഷൻ ഫൈറ്റ് എവറി ടൈം. മുന്നറിയിപ്പില്ലാതെ ഒന്നും പറയാതെ എപ്പോഴും വഴക്കിടുന്നതാണ് ഭാര്യ എന്നാണ് അയാൾ ഉദ്ദേശിക്കുന്ന വ്യാഖ്യാനം. അതെല്ലാ ഭാര്യമാരും അങ്ങനെയല്ല. സ്ത്രീകൾ പൊതുവെ വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ പുരുഷന്മാരെക്കായിട്ടും വളരെ മുന്നിട്ട് നിൽക്കുന്നവരാണ്. എപ്പോഴും കൊണാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും ചൊറിയുന്ന വർത്തമാനങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. പല കുടുംബങ്ങളിലും അതാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഭർത്താക്കന്മാർക്ക് പിരിമുറുക്കം വരികയും അടിയുണ്ടാക്കുകയും തല്ലുണ്ടാക്കുകയും ലഹരി കഴിക്കുകയും വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുകയും ഭാര്യമാരെ തല്ലുകയും അവിടെ അടിയും തല്ലും വിട്ടുമൊക്കെ നടക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ സ്ത്രീകളുടെ ആ നാവാണ് ഈ ഒരു സ്റ്റിക്കറിലൂടെ പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ആൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം സ്ത്രീകളുടെ നാവ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും. നല്ലതും പറയും കെട്ടതും പറയും. ഇങ്ങനെ വളവളാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പല കൊലപാതകങ്ങളും കുടുംബകലഹങ്ങളും കുടുംബങ്ങൾ തമ്മിൽ പൊളിഞ്ഞു പോകാനും കാരണം സ്ത്രീകളുടെ നാവാണ്. അപ്പോൾ നാവ് നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ സ്ത്രീകൾ വളരെ പിന്നോട്ടാണ്. കാരണം എപ്പോഴും അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. ആണുങ്ങളെ പോലെയല്ല. ആണുങ്ങൾ കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എത്ര വാദോരാതെ സംസാരിച്ചാലും ഒരു പരിമിതിയുണ്ട്. പക്ഷേ സ്ത്രീകളുടെ സംസാരത്തിന് ഒരിക്കലും ഒരു അറുതിയില്ല. അത് കിലോമീറ്റർ കണക്കിന് ഇങ്ങനെ നീണ്ടുപോകും. ആവശ്യമുള്ളതില്ലാത്തത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത്. എരുതിയിൽ എണ്ണയൊഴിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് അധികം സ്ത്രീകൾ പറയാറുള്ളത്. അതുകൊണ്ടാണ് കുടുംബകലഹങ്ങൾ ഉണ്ടാകുന്നത്. വിവാഹമോചനം ഉണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. പ്രശ്നം പരിഹരിക്കാൻ കഴിവില്ലാത്ത ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാര്യം തന്മയത്തോടെ കൈകാര്യം ചെയ്യാൻ അറിയാത്ത സ്ത്രീകളുണ്ട്. ഒരു കാര്യത്തിന് നിജമായ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത സ്ത്രീകളുണ്ട്. ദീർഘവീക്ഷണമില്ലാത്തവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് എപ്പോഴും വഴക്കുണ്ടാക്കാനേ സമയമുള്ളൂ. ഈ വഴക്കുണ്ടാക്കുന്നത് തന്നെ ഒരു മാനസിക രോഗത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ശാന്തമായി നിന്ന് പറയാനുള്ളതേ ഉള്ളൂ. ശാന്തമായി നിന്ന് പറഞ്ഞിട്ട് പറ്റാത്ത ആളുകളാണ് വൈകാരികമായി ഒരുപാട് റേസായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് കുറേ പ്രഷർ കൂടുമെന്നുള്ളതല്ലാതെ കാര്യമായിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് സ്ത്രീകളുടെ മാത്രമല്ല, പുരുഷന്മാരുടെ ഭാഗത്തും ഇങ്ങനെയുള്ളവരുണ്ട്. പക്ഷേ പൊതുവേ കണ്ടുവരുന്നത് സ്ത്രീകളാണ്. കാരണം കുടുംബകലഹം ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് സ്ത്രീകളെക്കുറിച്ചാണ്. അതാണ് ഈ പോസ്റ്ററിലൂടെ അർത്ഥവത്താകുന്നത്.